പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മൾ ഹൂത്ത് മത്സ്യം എന്ന വിഷയത്തെക്കുറിച്ച് 3 ക്ലാസ്സുകൾ എടുത്തു. അതിലിനി ഒരു 2-3 ക്ലാസ്സുകളും കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. അത് പിന്നെ വഴിയെ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വിശദീകരിക്കുന്നതായിരിക്കും. ഇന്ന് ആ വിഷയത്തിൽ നിന്ന് ഇനി മാറി വേറൊരു വിഷയം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. 2-3 സംശയങ്ങൾ, 3-4 സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് മഷീഅത്തുള്ള ഇന്നല്ലാഹ യഹ്ദി മൻ യശാഉ എന്ന ആ മഷീഅത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു സഹോദരൻ. അതൊക്കെ ചെറിയ വിഷയങ്ങളാണ്, എന്നാലും അത് വിശദീകരിക്കേണ്ടതുണ്ട്. മറ്റൊരു സംശയങ്ങൾ 2-3 വന്നിട്ടുണ്ട്, അതൊക്കെ വിശദീകരിക്കാം പോവുകയാണ് തുടർ ക്ലാസ്സുകളിൽ. ഇന്നല്ല, തുടർ ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഖിർദ്, അതായത് ഖിർദത്ത്, കുരങ്ങ് എന്ന വാക്ക് ഖുർആനിൽ വന്ന 3 സ്ഥലങ്ങളുണ്ട്. അത് ഏത് അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത്? ബയോളജിക്കലായ കുരങ്ങ് തന്നെയാണോ, അതല്ല സ്വഭാവം കൊണ്ട് അങ്ങനെയായി തീരലാണോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് മദ്രസകളിലൊക്കെ പഠിക്കുന്ന കാലത്തും പിന്നീട് കോളേജിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ നാം പഠിപ്പിക്കപ്പെട്ടത് ബനു ഇസ്രായേൽ സമൂഹത്തോട് ശബ്ബാത്തിൻ്റെ ദിവസം മീൻ പിടിക്കാൻ പോകരുത് എന്ന് വിലക്കിയിരുന്നു. അത് സബത്തിൻ്റെ ദിവസം, അതാണ് ആ സബത്ത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. സാധാരണ അത് ശബ്ബാത്തിൻ്റെ ദിനം എന്നാണ് പറയാറുള്ളത്. ആ ദിനത്തിൽ അവർ ആ വിലക്ക് ലംഘിച്ചപ്പോൾ അവർ കുരങ്ങുകളായി മാറി. ആ വിലക്ക് ലംഘിച്ച് അവർ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കൂല, അവർ തടഞ്ഞു വെക്കും, പിറ്റേ ദിവസം മീനെ പിടിക്കും. അങ്ങനെ ആക്കി. മീൻ പിടിക്കണ്ടെന്നല്ലേ ഉള്ളൂ വിലക്ക്, അതുകൊണ്ട് മീൻ പിടിക്കൂല. മീൻ പിടിക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി വെക്കും. ശനിയാഴ്ച പോയിട്ട് പിറ്റേ ദിവസം പോയിട്ട് മീനുകൾ പിടിക്കും. പക്ഷേ അതും ആ വിലക്ക് ഏതായാലും അവർ ലംഘിച്ചു എന്നുള്ള നിലക്ക് അവരൊക്കെ ബയോളജിക്കലായ കുരങ്ങുകളായി മാറി എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊക്കെ മീൻ പിടിക്കാൻ കുട്ടിക്കാലം മുതൽ മീൻ പിടിക്കുന്ന ആളാണ്. മീൻ പിടിക്കാൻ പോകാറുണ്ട്. കാരണം പുഴ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ്. വീടിൻ്റെ പുഴയോരത്തായിരുന്നു എൻ്റെ തറവാട് വീട്. അവിടെയാണ് വളർന്നതും ഒക്കെ അവിടെയാണല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് കുട്ടിക്കാലം മുതൽ തന്നെ മീൻ പിടിക്കാം. പക്ഷേ ഈ പഠിപ്പിക്കപ്പെട്ട ഈ കാര്യങ്ങൾ കൊണ്ട് അന്നത്തെ വിശ്വാസവും ഭയവുമായിരുന്നതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരിക്കലും മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ഭയം നമ്മൾ ബയോളജിക്കലായി തന്നെ കുരങ്ങ്, വാലും ഒക്കെയുള്ള കുരങ്ങുകളായി മാറുമോ എന്ന പേടിയായിരുന്നു. അതെന്തുമാകട്ടെ, നമ്മളതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഖുർആനിൽ 3 സ്ഥലത്താണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. സൂറത്തു അൽ ബഖറയിൽ, സൂറത്തു അഅറാഫിൽ, സൂറത്തു അൽ മാഇദയിൽ. അൽ അഅറാഫിലും അൽ ബഖറയിലും അൽ മാഇദയിലും ഈ 3 സ്ഥലത്താണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. സൂറത്തു അൽ ബഖറ 65-66 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 65-66. വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനു ഖിർദത്തൻ ഖാസിഈൻ എന്ന് പറയുന്നു. ഒന്ന് ഇഅ്തിദാവുമായി ബന്ധപ്പെട്ട്, ഒന്ന് അതൗ മാനുഹു അൻഹു എന്ന അറാഫിൽ അവരോട് വിലക്കപ്പെട്ടത് അവർ ധിക്കരിച്ചപ്പോൾ. അപ്പോൾ 3 സ്ഥലത്തും അൽ ഇൻഹിറാഫു അനിസിറാത്തി, ശരിയായ പാതയിൽ നിന്ന് ലംഘിച്ചപ്പോൾ, തെറ്റിപ്പോയപ്പോഴാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് 3 സ്ഥലത്തും വിശദീകരിക്കുന്നത്. അൽ മാഇദയിൽ കുറച്ച് വാക്കുകൾ കൂടി കൂടുന്നുണ്ട്. ഖുറൂദവൽ ഖനാസീറവ അബദത്താവൂത്ത 3 മാറുന്നുണ്ട്. അതാണ് അൽ മാഇദയിലുള്ള മാറ്റങ്ങൾ. ഏതായാലും നമ്മൾ
ഇത് വിശദീകരിക്കുന്നത് ഖറദ എന്ന് പറയുന്നത്, അൽബക്കറ എന്ന് പറയുന്നത് കശ്ഫും ഫത്തുഹും ആണല്ലോ അതിൻ്റെ അർത്ഥം. പശു എന്നല്ല എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കശ്ഫ് ഫത്തഹ്, ഓപ്പനാക്കുക, തുറന്നിക്കുക, വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് കശ്ഫാക്കി അത് ഓപ്പനാക്കി കടന്നു ചെല്ലുന്നതാണ് അൽബക്കറ. അപ്പോൾ അൽബക്കറയിൽ അത് പറയുന്നത് അത് ഖിറാഅത്തിലൂടെയാണ് നമ്മൾ വിജ്ഞാനത്തിൻ്റെ ഖിറാഅത്തും ഖിർദത്തും ഏകദേശം. അപ്പോൾ ഖിറാഅത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുന്നതാണ് ഖിർദത്താകുന്നത് എന്നർത്ഥം. വിജ്ഞാനത്തിൻ്റെ മേഖല അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് ആ വിജ്ഞാനത്തിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാതെ അത് അടച്ചിടുന്ന അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ഖിർദത്ത് എന്ന് പറയുന്ന അവസ്ഥ. ഒരു മനുഷ്യൻ്റെ അഖില് ഖിർദായി മാറുകയാണെന്നാണ് അതിൻ്റെ, അവൻ്റെ ബോധതലം ഖിർദായി മാറുകയാണെന്നർത്ഥം. എന്താണ് ഖിർദിൻ്റെ സ്വഭാവം? ബാഹ്യമായ ഖിർദിൻ്റെ, തബീഅത്തിലുള്ള ഖിർദിൻ്റെ, ഈ പ്രകൃതിയായുള്ള കുരങ്ങിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ മങ്കി മൈൻഡ് എന്ന് മനഃശാസ്ത്രത്തിൽ ഒരു മേഖല തന്നെയുണ്ട്. മങ്കി മൈൻഡ് എന്ന് പറഞ്ഞിട്ട്, മങ്കികളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ തഖ്ലീദാണ്, അനുകരണമാണൊന്ന്. ഒരു അസിലുമില്ലാതെ വെറുതെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരും ധൃതിയിൽ. അതിന് അഖിലിയായ ഒരു തലമൊന്നും ഉണ്ടാവില്ല. ബുദ്ധിപരമായ തലത്തിൽ നിന്ന് ഒരു പിന്തുണയൊന്നുണ്ട് അതിനുണ്ടാവില്ല. നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ചാടിക്കൊണ്ടിരിക്കുക, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക, കിട്ടുന്നതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക. ഇങ്ങനെ അതിന് നിങ്ങൾ കുരങ്ങിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി, എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനതിൻ്റെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം. ഇങ്ങനെ ഈ രൂപത്തിൽ ഒരു മങ്കി മൈൻഡോടുകൂടി മനുഷ്യനായിത്തീരുന്നതാണ് കൂനു ഖിർദത്തൻ ഖാസിഈൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ അവർ ബയോളജിക്കലായി കുരങ്ങുകളായിക്കോളിയും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്ക് തഖ്ലീദായിരിക്കും, അനുകരണമായിരിക്കും ഉണ്ടാകുക അവരിൽ. അതുപോലെ തന്നെ ഖഫസ്, നിരന്തരമായി ചാടിക്കൊണ്ടിരിക്കുക. ഇഖ്തിഫാസാണ്, ചാടിക്കൊണ്ടേയിരിക്കുക, ഒന്നിലും ഒരു ഉറച്ച. കാരണം ബിനാഉൻ അഖ്ലി, ബുദ്ധിപരമായ ഒരു നിർമ്മിതി ഉള്ളിൽ നടന്നിട്ടല്ല അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നത്. അതുകൊണ്ടാണത് ഖിർദത്താവൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുദ്റത്തുൽ ഖിറാഅത്ത്, ഖിറാഅത്തിന് അവന് കാര്യങ്ങൾ വിജ്ഞാനത്തിൻ്റെ വായിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ വാതിലുകൾ തുറന്ന് അവിടേക്ക് പ്രവേശിക്കാനുമുള്ള ഖുദ്റത്ത് നേടാത്ത ഒരു ഇൻഖിലാക്ക്, അതിൻ്റെ വാതിലുകൾ അടച്ചിടപ്പെട്ട ഒരു അവസ്ഥയിലായി തീരുമ്പോഴാണ് മനുഷ്യൻ എന്തായിത്തീരുന്നത്? കുരങ്ങായിത്തീരുന്നത് എന്നർത്ഥം. അതാണ് ഈ തഖ്ലീദ്. അൽ-മാഇദയിൽ തഖ്ലീദുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് അത് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് വാക്കുകളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന് സബ്ത്ത് എന്ന് പറയുന്നത്. സബ്ത്ത് എന്ന് പറയുന്നത് അവൻ്റെ രണ്ട് വഴിയിലേക്കുള്ള ഒരു നിമിഷമാണത്. ഒന്നുകിൽ ബത്തിലേക്കും നുമൂവിലേക്കും, വിശാലമായ അറിവിൻ്റെ ലോകത്തേക്കുള്ള വളർച്ച, അല്ലെങ്കിൽ അവൻ്റെ വാതിലുകൾ, വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ അടച്ചിടപ്പെട്ട് അവന് താഴോട്ട് പോരുന്ന അവസ്ഥ. മഖാമുൽ ഖിറാഅത്തിലേക്ക് അവന് ഉയരാത്ത അവസ്ഥ, അവന് തഅത്തീലുൽ ഇൻഖിലാക്കും. തഅത്തീലും തന്നെ ഒത്തിലത്ത് അവൻ്റെ ബുദ്ധി പ്രവർത്തനരഹിതമാവുകയും അത് ഒരു പരിമിതമായ വൃത്തത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവൻ്റെ സബ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ഖിർദത്തും സബ്ത്തും തമ്മിലുള്ള ബന്ധം. ആലസ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ഒന്നുകിൽ അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നമ്മൾ ഉറങ്ങണത് എന്താണ്? അത് പുതിയൊരു ഉണർവിലേക്ക് മനുഷ്യൻ ഉയരുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ശാരീരികമായ ഒരു ഉണർവും ഉന്മേഷവും പുതിയൊരാരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്
അവൻ്റെ നൗമ് സബത്താക്കുന്നത്. വജഅൽനാ നൗമക്കും സുബാത്ത എന്ന് പറയണതെന്നാണ്. അത് നിരന്തരമായി അവന് ഉറക്കിൽ തന്നെ കഴിഞ്ഞാലോ ആലസ്യത്തിൽ തന്നെ കഴിഞ്ഞാലോ അത് തഅത്തീലാകാണ്, അവന് പ്രവർത്തനരഹിതമായി തീരുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ മുന്നോട്ട് പോയാൽ അത് പ്രവർത്തനരഹിതമായി തീരുകയാണ് അവൻ്റെ ബുദ്ധി. അവന് ഒരിക്കലും തന്നെ ലം യർതഫിഉ ഇലാ മഖാമിൽ ഖിറാഅത്തി എന്നാണ്. ഖിറാഅത്ത് ഒരു വായനയുടെ, ബഖറ എന്ന് പറഞ്ഞാൽ കശ്ഫും ഫത്ഹും ആണെന്ന് ഞാൻ പറഞ്ഞു. ആ മേഖലയിലേക്ക് അവന് ഉയരാത്ത ഒരു അവസ്ഥയിലേക്ക് അവന് മാറുന്നതാണ്. അതാണ് ഖിർദത്തും സബത്തും തമ്മിലുള്ള ബന്ധം. അല്ലാതെ ശനിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ദിവസങ്ങളല്ല. അത് നമ്മൾ പറഞ്ഞു. ഖുർആനിലെ അയ്യാമൊന്നും തന്നെ നമ്മൾ ഈ പറയുന്ന വെള്ളിയാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എന്ന് പറയുന്നതൊന്നുമല്ല. വെള്ളി എന്ന് പറയുന്ന യൗമുൽ ഫില്ല എന്ന് പറയുന്ന, ഫില്ലത്ത് എന്നാണ് വെള്ളിക്ക് പറയുക. അങ്ങനെയല്ല, യൗമുൽ ജുമുഅ ആണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 ജുമുഅകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ജംഅ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതൊന്നും ഒരു ഡേ എന്നുള്ള അർത്ഥത്തിനല്ല. അള്ളാഹുവിന് എന്ത് ഡേ എന്ന് പറയുന്നത്? സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നല്ലാതെ, അത് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പേരിട്ട് വിളിച്ചതല്ലാതെ, ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പേരിട്ട് വിളിച്ചതാണ്, അല്ലാതെ മറ്റൊന്നും അല്ലാതെ. അപ്പോൾ യൗമുസ്സബത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിപരമായ ചിന്താപരമായ ആലസ്യത്തിൻ്റെ വേളയാണ് എന്നർത്ഥം. അതിൽ അവർ എഴുത്തിതാണ് ചെയ്തത്. ശരിക്ക് ആ സബത്ത് നമ്മളൊരു, ഞാനിപ്പോൾ ഈ മൊബൈൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഉദാഹരണം. ഇത് ചാർജിൽ വെക്കണ എന്തിനാണ്? അത് പുതിയ പ്രവർത്തന മേഖലയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് അത് അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നാലോ, അത് പിന്നെ രഹിതമായി അവിടെ തന്നെ വെച്ചാലോ. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു സബത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഖിറാഅത്തിൻ്റെ മേഖലയിലേക്ക് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇരുട്ടാണ് ആദ്യം, എന്നിട്ടാണ് നൂറ്. അതാണ് യുഖ്രിജുന്നാസ മിനല്ലുലുമാത്തി ഇലന്നൂരിയാണ്. ഏതൊരു സഹോദരൻ അദബിന് ശേഷം അദാബിൽ നിന്ന് അദബിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞു. സത്യത്തിൽ രണ്ടും ശരിയാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു. സത്യത്തിൽ നമ്മൾ ആദ്യാവസ്ഥ നമ്മുടെ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്നാണ് നൂറിലേക്ക്. ലുലുമാത്തുകൾ 3 ലുലുമാത്തുകളാണ് നമുക്ക് ഉണ്ടാകുക. ഒന്ന് അള്ളാഹുവിനെ അറിയായിക, ഒന്ന് റസൂലിനെ അറിയായിക, 3 റിസാലത്തിനെ അറിയായിക. ഇങ്ങനെ 3 ലുലുമാത്താണെന്ന് ഞാൻ ഒരു സഹോദരനോട് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യാവസ്ഥ സത്യത്തിൽ ഇരുട്ടാണ്. അത് വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയി. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ സബത്തും ഖിർദത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ സബത്തിലാണ് അവർ ഇഅ്തിദാഅ് ചെയ്യുന്നത്. അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാതെ അവർ അതിനെ മറികടക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ മറികടന്നപ്പോഴാണ് ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ലഫ്ളുകൾ പോലെയുള്ള ലഫ്ളല്ല. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് ലഫ്ളല്ല. അത് പ്രകൃതിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് അത് ഒരു വ്യവസ്ഥയായിട്ട്, കാനൂനായിട്ട്, നിയമവ്യവസ്ഥയായിട്ട് വരുന്നതാണ്. അല്ലാതെ അള്ളാഹു ഒരു സ്ഥലത്തിരുന്നിട്ട് ബനൂ ഇസ്രായേൽക്കാരോട് പറഞ്ഞു നിങ്ങൾ കുരങ്ങായിക്കോളിടാ എന്ന് പറയണം. നമ്മൾ ഈ ലഫ്ള് പറയുമ്പോഴല്ല, ലഫ്ളല്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കൗൽ അങ്ങനെയല്ല എന്നർത്ഥം. ലാ യംലികൂന മിൻഹു ഖിതാബ എന്ന് പറയുന്നത്, റഹ്മാനോട് നിങ്ങൾക്ക് ഖിതാബ്, മുഖാത്തബ് നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് ഫെയിലിലൂടെ ആ റഹ്മാനിയത്തെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിൽ നിന്നും കാരുണ്യം നമുക്ക് അനുഭവിച്ചറിയാനാണ് സാധിക്കുക. അല്ലാതെ മുഖാത്തബത്തിന് സാധിക്കൂല എന്ന് പറഞ്ഞില്ല. ലാ യംലികൂന മിൻഹു ഖിതാബ, മുഖാത്തബത്ത് നടത്താൻ റഹ്മാനോട് സാധിക്കൂല. കാരണം റഹ്മാൻ്റെ ഫെയിലിലൂടെ അത് നമുക്ക്
ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ഉള്ള കാരുണ്യം അത് പ്രവൃത്തിയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാനാണ് സാധിക്കുക. അതാണ് ലായംലിക്കുൻ, അതാണ് നമുക്ക് പറയുന്നത്. അതാണ് അത് വേറെ വിശദീകരിക്കാം അതെന്താണ് ആ പറഞ്ഞതിൻ്റെ ആശയം എന്നുള്ളത്. ഇപ്പോൾ ഒരു സൂചന നൽകിയെന്ന് മാത്രം. അപ്പോൾ അതാണ് ഫഖുൽനാ ലഹും കൂനു ഖിർദത്തൻ ഖാസിൻ. ഖിർദത്ത് നമ്മൾ പറഞ്ഞു, കുദറത്തിലേക്ക് അവൻ്റെ വഴി, അവൻ്റെ അഖില് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഇദ്റാക്കിനുമുള്ള ആ കുദറത്തിലേക്ക് ബിനാഉം ദാഖിലി ആന്തരികമായ ഒരു വിജ്ഞാനത്തിൻ്റെ കെട്ടിപ്പടുക്കലിലേക്കുള്ള കുദറത്തിലേക്ക് എത്താത്ത അവസ്ഥയാണ് അവൻ്റെ ഖിർദത്ത് എന്ന് പറയുന്നത്. അതാണ് അവൻ്റെ ഖിർദത്ത് എന്ന് പറയുന്നത്. അതാണ് ആ ഖിർദത്ത്. ഖാസിഈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാമല്ലോ, ഖാസിഈൻ എന്ന് പറയുന്ന വിശേഷണം തന്നെ സത്യത്തിൽ എന്താണ്? ചലനമില്ലായ്മയാണ്. ബോധതലത്തിൻ്റെ നിന്നും വേറിട്ട ഒരു പ്രവർത്തനം ആവുമ്പോഴാണ് അവന് ഖാസിഈൻ എന്ന് പറയുന്നത്. നമ്മൾ ബോധത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് ബോധതലത്തിൽ നിന്ന് വേറിട്ട വേഗതയിലുള്ള പ്രവർത്തനത്തിലാവുമ്പോഴാണ് ഖാസിഈൻ എന്ന് പറയുന്നത്. നിന്ദ്യരായ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു, നിന്ദ്യരായ കുരങ്ങുകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ വന്യരായ കുരങ്ങുകൾ ആരാണ്? നിന്ദ്യരും വന്യരും ഉണ്ടോ കുരങ്ങുകളിൽ നിന്ന്? ആ വിശേഷണം പറഞ്ഞതോടുകൂടി, എൻ്റെ ഒരു ഗുരു പറഞ്ഞത്, ആ വിശേഷണം പറഞ്ഞതോടുകൂടി തന്നെ അൻസാരി അത് ഈ ബയോളജിക്കലായ കുരങ്ങല്ല എന്ന് ഉറപ്പായില്ലേ. മാത്രമല്ല അദ്ദേഹം വേറെ സൂറത്ത് അൽ-മാഇദയിലെ താവൂത്തിനെ ഇബാദത്തെടുക്കുന്നവരുമായി അവർ മാറി എന്ന് പറയുന്നത്, കുരങ്ങുകളൊക്കെ താവൂത്തിനെ ഇബാദത്തെടുക്കുന്ന ആളുകളായി മാറും. പിന്നെ അവരിൽ നിന്ന് ഖുറൂദും ഖനാസീറും അബദത്താവൂത്തും, ആ മൂന്നും മനുഷ്യരുടെ ഗുണങ്ങളെയാണ് ആ പറയണത്. രണ്ടെണ്ണം ബയോളജിക്കലും, ഒന്ന് പിന്നെ ബുദ്ധിപരവും, പിന്നെ അവൻ്റെ മനുഷ്യരുടെ പ്രവർത്തന തലവുമാകുക. എങ്ങനെയാണ്? ഖുറൂദും ഖനാസീറും ബയോളജിക്കലായി അവർ മാറിയതും, അബദത്താവൂത്ത എന്ന് പറഞ്ഞ സ്വഭാവം, അവർ മനുഷ്യരുടെ പ്രവർത്തനവും സ്വഭാവവും അങ്ങനെയായി മാറിയതുമായത് എങ്ങനെയാകുക? മൂന്നും മനുഷ്യരുടെ സ്വഭാവം തന്നെയാണ് പറയണത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ എൻ്റെ സഹോദരങ്ങൾക്ക്? അതായത് അൽ-മാഇദയിൽ അവരിൽ നിന്ന് ഖുറൂദുകളുണ്ടായി, ഖനാസീർ പന്നികളുണ്ടായി, താവൂത്തിനെ ഇബാദത്തെടുക്കുന്ന ആളുകളുണ്ടായി എന്ന് പറയുന്നത്, ഈ താവൂത്ത മാത്രം മനുഷ്യരുടെ സ്വഭാവവും ഗുണവുമായി മാറുകയും ബാക്കിയുള്ളത് രണ്ടും ബയോളജിക്കലായി തന്നെ അതായി മാറുകയും ചെയ്യുന്നത് എങ്ങനെയായി ആകുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യരുടെ, നമ്മുടെ മങ്കി മൈൻഡ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രത്തിൻ്റെ, മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രവർത്തനം മങ്കി മൈൻഡ് ആവുന്ന, നിങ്ങളതൊന്ന് പിന്നെ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കി വായിച്ചു നോക്കി. ഞാനതൊരു ഒരുപാട് വായിച്ചു നോക്കിയതാണ്. മങ്കി മൈൻഡ് ആവുന്ന മനുഷ്യർ, വെറും അനുകരണ സ്വഭാവം, വെറും എടുത്ത് ചാടിക്കൊണ്ടേയിരിക്കുക, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുക. ഒരു സ്വസ്ഥമായ കലിക്ക് അസ്വസ്ഥമായ മനസ്സിൻ്റെ ഉടമകളായി മാറുക. സ്വസ്ഥമായ ഒരു ഇസ്തിഖറാർ, ഒരു ശാന്തമായ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് വരാതിരിക്കുക. ബോധതലത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം ആയിരിക്കൂല. അതിങ്ങനെ ഇസ്തിമ്രാറായിട്ട് നിരന്തരം അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷേ അത് ബോധമണ്ഡലവുമായി അവൻ്റെ അല്ലെങ്കിൽ ബുദ്ധിതലവുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. അവിടെ കെട്ടിപ്പടുത്ത വിജ്ഞാനത്തിൻ്റെ പ്രവർത്തനം ആവൂല പുറത്തേക്ക് വരിക എന്നർത്ഥം. ഇതാണ് ആ പറഞ്ഞതിൻ്റെ തലം. പിന്നെ ഖിൻസീറൊക്കെ ഇനി നമുക്ക് വേറൊരു വിഷയമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഖുറൂദ് എന്നുള്ളത് മാത്രമാണ്. ഖറദ, റഖദ, ഖദറ എന്ന് പറയുന്നതൊക്കെ ഒരേ തലമാണ്. അതാണ് കുദറത്ത് ഞാൻ പറഞ്ഞത്.
ഖദറ കുതിറത്തിലേക്ക് വരാത്ത അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ കറത എന്ന് പറയുന്നത്. ഇനി ആ അക്ഷരങ്ങളിലുള്ള ഖാഫ് എന്ന് പറയുന്നത് വലിയ ശബ്ദത്തിൽ നിന്ന് ഒരു ചെറിയ ശബ്ദത്തിലേക്ക്, പിന്നെ ഒരു ദാല്, ഇങ്ങനെ അതിങ്ങനെ ആ വാക്കുകളുടെ വരവിൽ തന്നെ ലിസാനിയായ തലമൊക്കെ കുറേ വിശദീകരിക്കാനുണ്ട്. അതൊക്കെ പിന്നെയാണ് ഞാൻ വിശദീകരിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വിശദീകരണം നൽകിയിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഒരു 3 ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ ഇനി തുടർന്ന് ഉടനെ തന്നെ ഉണ്ടാവില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വേറെ സംശയങ്ങളിലേക്കും മറ്റു വിഷയങ്ങളിലേക്കും ആയിരിക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സലാം.